എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അനഘ വന്നതുകൊണ്ട് ആകെ ടെൻഷനോടുകൂടി അഭി നേരെ നാഗേന്ദ്രൻ്റെ അടുത്ത് പോയി ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം നാഗേന്ദ്രൻ ഇത്രയും വലിയൊരു ചതി ആദർശ് ചെയ്യും എന്ന് ഞാൻ കരുതിയില്ല. നീ എൻ്റെ കൂടെ കൂടിയതുകൊണ്ട് നിന്നെ അടപടലം പൂട്ടാനും നശിപ്പിക്കാനുമാണ് ആദർശ് ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുമ്പം അഭിക്ക് ആകെ സങ്കടമാകുന്നുണ്ട്. അഭി പറയുന്നുണ്ട് എന്നെ ശ്വാസം മുട്ടിക്കാൻ വേണ്ടി തന്നെയാണ് അവളെ അങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനി ഈ ഒരു സത്യം നവ്യ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഏത് രീതിയിൽ പ്രതികരിക്കും എന്ന് എനിക്കറിയത്തില്ല. അവൾ എന്നെ കൊല്ലാൻ പോലും മടിക്കുകയില്ല. അതാണ് എൻ്റെ ടെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് നിൻ്റെ ഭാര്യയോട് വലിയ ഇഷ്ടമൊന്നുമില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾ പോയാലും കുഴപ്പമൊന്നുമില്ല. നിൻ്റെ ജീവൻ നീ രക്ഷിച്ചാൽ മതി. അപ്പോഴും ഒരു കാര്യം നീ ഓർക്കണം, നിൻ്റെ 2 മക്കൾ അവരെ നീ വിട്ടുകളയരുത്. എങ്ങനെയെങ്കിലും സൂത്രത്തിൽ നവ്യയും അനഘയും ഒഴിവാക്കുകയും വേണം. നിൻ്റെ മക്കൾക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ അവർ അനന്തപുരിയിലായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഒരാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നീ അവരുടെ കൂടെ ഉണ്ടാകണം എന്നൊക്കെ പറയുന്നു. അന്നേരം അഭിക്ക് വലിയ താല്പര്യമില്ല ആ കാര്യത്തിൽ. മക്കളോടും അവന് വലിയ മമതയോ സ്നേഹമൊന്നുമില്ല. പക്ഷെ നാഗേന്ദ്രനെ മക്കളെ വിട്ടുകളയാൻ ബുദ്ധിമുട്ടാണ്. അവരെ നീ സംരക്ഷിക്കണം എന്ന് തന്നെ പറയുന്നു. അതുപോലെ നാഗേന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങി പോരേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ അതേ സുഖസൗകര്യത്തോടു കൂടി തന്നെ പുറത്ത് ജീവിക്കാനുള്ള അവസ്ഥ ഞാൻ ഉണ്ടാക്കി തരും. പക്ഷേ നവ്യയുടെ കാര്യം എനിക്കറിയില്ല, അവൾ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന്. അതുകൊണ്ട് അത് ആ ഒരു കാര്യം സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനഘയാണ്. അനഘ തളർന്ന് കിടക്കുവാണ്. തളർന്നല്ല, വയ്യാണ്ട് കിടക്കുവാണ്. ഒരാളുടെ സഹായം വേണമല്ലോ എഴുന്നേക്കാനൊക്കെ. അപ്പോൾ റൂമിലേക്ക് നവ്യ വരുന്നു. എന്നിട്ട് നവ്യ പറയുന്നുണ്ട് നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് നിന്നെ അവരിങ്ങോട്ട് കൊണ്ടുവന്നത്. നമ്മൾ ഇവിടെ തന്നെ വേണം. അവൻ അങ്ങനെ സമാധാനത്തോടെ ജീവിക്കരുത്. നീ ഇവിടെ ഉള്ളപ്പോൾ അവനൊരു ശ്വാസം മുട്ടലായിരിക്കും. അത് അനുഭവിച്ച് തന്നെ അവൻ മുന്നോട്ട് ജീവിക്കണം. നീ ഒരു കാര്യം ഓർക്കണം, നമ്മളെ 2 പേരെ മാത്രമല്ല അവൻ ചതിച്ചത്. ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണീര് അവൻ വീഴ്ത്തിയിട്ടുണ്ട്. അതിനെല്ലാം നമുക്ക് പകരം ചോദിക്കണം. അനഘ ഇവിടുന്ന് എഴുന്നേറ്റതിന് ശേഷം നമുക്ക് ഒരുമിച്ച് വേണം ആ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നൊക്കെ പറയും. എന്നിട്ട് കുറേ സംസാരിച്ചിട്ട് പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട് നിനക്ക് വയ്യാതെ കിടക്കുന്നുണ്ട്, നിന്നെ കൊല്ലാനുള്ള പരിപാടി വരെ അവനും അവൻ്റെ അമ്മയും കൂടെ ചെയ്തെന്നിരിക്കും. പക്ഷേ ഞാൻ അവരുടെ കൂടെ ഉള്ളത് കൊണ്ട് അവരുടെ കൂടെ നിന്ന് അവരുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അതിൽ നിന്നെല്ലാം നിന്നെ ഞാൻ രക്ഷിച്ചോളാം കേട്ടോ, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ കറക്റ്റ് അങ്ങോട്ടേക്ക് ജലജ വരും. അന്നേരം സംശയം ജലജയ്ക്ക് തോന്നരുതല്ലോ, അതുകൊണ്ട് തന്നെ തിരിഞ്ഞു നിന്ന് പറയുക ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നീ പൊയ്ക്കോണം. ഇവിടെ എന്തിനാണ് നീ കടന്നുകൂടിയത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സ്വത്തിനു വേണ്ടിയല്ലേ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയില്ല എങ്കിൽ നിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവും. നിനക്ക് തന്നെ ഒന്നും ചെയ്യാൻ മേല എന്നുള്ള കാര്യം അറിയാലോ. നിന്നെ ഇവിടെ ഇട്ട് ഇപ്പം ഞാൻ കൊന്നാൽ പോലും ആരും അറിയേല. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടും നിന്നോണം. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ജലജ പറഞ്ഞു കേട്ടല്ലോ, അവൾക്ക് അഭിയേക്കാൾ കൂടുതൽ ദേഷ്യമുണ്ട് നിന്നോട്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇവിടുന്ന് പോയില്ല എങ്കിൽ നിൻ്റെ ജീവൻ എടുക്കുന്ന അവളായിരിക്കും എന്നൊക്കെ ജലജയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ജലജ ഉറങ്ങാതെ നോക്കിയിരിക്കുകയാണ് അഭി വരുന്നത്. അഭി വരുമ്പോൾ അവനോട് ചോദിക്കും നീ എവിടെ പോയതായിരുന്നു, നിൻ്റെ അച്ഛനെ കാണാൻ പോയതായിരുന്നോ എന്നൊക്കെ. അന്നേരം ഇതെന്തൊരു കഷ്ടമാണ്, ഇതിൻ്റെ അകത്ത് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോയത്. പുറത്ത് അച്ഛനെ മാത്രമേ കാണാനുള്ളൂ, വേറെ ആരെയും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ജലജ പറയുന്നുണ്ട് നീ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അയാളെ കണ്ടിരിക്കും, എനിക്ക് ഉറപ്പാണ്. നീ നിൻ്റെ അമ്മയെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം അഭി പറയുന്നുണ്ട് ഇനി അങ്ങനെ പറഞ്ഞാൽ മതി. എനിക്കിവിടെ മനസമാധാനം ഇല്ലാതാക്കിയത് ആദർശം നയനയും കൂടിയാണ്. ഇനി അവളെ കൊണ്ട് സത്യം പറയിക്കാനായിരിക്കും അവൻ നോക്കുന്നത്. അങ്ങനെ നവ്യ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ മുന്നോട്ട് ജീവിതമൊന്നും കാണിയില്ല, അവളെന്നെ കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ജലജ പറയുന്നുണ്ട് നീ മര്യാദയ്ക്കല്ല എങ്കിൽ ഞാനും അനഘയുടെയും കുഞ്ഞിൻ്റെയും ഒപ്പം നിൽക്കും. സത്യങ്ങളെല്ലാം നവ്യയോട് വിളിച്ചു പറയും. അതല്ലെങ്കിൽ നീ മര്യാദയ്ക്ക് നിന്നോണം എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് പെറ്റ തള്ള തന്നെ എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന അവസ്ഥയെത്തി. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ അവരുടെ കൂടെ നിന്ന് എല്ലാം അങ്ങ് വിളിച്ചു പറ, അതോടുകൂടി എൻ്റെ ജീവിതം അങ്ങ് തീർന്നു കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അഭി അങ്ങ് പോകുന്നു. നല്ല ദേഷ്യത്തിലാണ് ജലജ. അഭി റൂമിൽ ചെന്ന് കഴിയുമ്പം നവ്യ അവിടെ ഉണ്ട്. അന്നേരം അഭി ആകെ വിഷമത്തോടെ പറയുവാണ് ഇതെന്തൊരു കഷ്ടമാണെന്ന് പറ, അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ ആദർശിന്? അവൻ എല്ലാ തെറ്റുകളും എൻ്റെ തലയിൽ എങ്ങനെയെങ്കിലും കെട്ടിയേൽപ്പിക്കണം, അതിനുവേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പം നവ്യ ചോദിക്കും അതിന് നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, തെറ്റ് ചെയ്യാത്ത നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അനഘയ്ക്കും കുഞ്ഞിനും എതിരെ നീ എന്ത് ചെയ്താലും ഞാൻ നിൻ്റെ കൂടെ തന്നെ നിൽക്കും. അതുകൊണ്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് എന്നോടുകൂടി നീ പറയണം കേട്ടോ എന്നൊക്കെ പറയുവേ. അന്നേരം അഭി പറയുവാണ് ആദർശ് അവൻ ഒരുത്തനാണ് ഇതിനെല്ലാം കാരണം. അവൻ്റെ വിഴുപ്പ് എൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. എന്നിട്ടും അവൻ്റെ ഭാര്യ അവനോടൊപ്പം നിൽക്കുന്നു, നിൻ്റെ അനിയത്തി. അതാ എനിക്ക് മനസ്സിലാകാത്തത് എന്നൊക്കെ പറയുമ്പം നവ്യ പറയും അവൾ അങ്ങനെ ഒരു നന്മവരായിപ്പോയി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന്.
അന്നേരം അഭി പറയുന്നുണ്ട്, ആദ്യം കടപുഴക്കി വീഴ്ത്തേണ്ടത് ആ നന്മവരത്തെയാണ്, ഞാൻ അത് ചെയ്തിരിക്കും, ഞാൻ വെട്ടി വീഴ്ത്തിയിരിക്കും ആ നന്മവരത്തെ എന്നിങ്ങനെ പറയുമ്പം നവ്യ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഓവടാ അത് നിന്നെക്കൊണ്ട് സാധിക്കുമെങ്കിൽ നീ ഒന്ന് ചെയ്ത് കാണിക്കേ, നീയല്ല ഈ കുടുംബത്തെ മൊത്തം തകർത്ത് പുറത്തു പോയ നിൻ്റെ അച്ഛൻ വിചാരിച്ചാൽ അത് നടക്കുകയില്ല ഞാനിവിടെ ഉള്ളപ്പം എന്ന് നവ്യ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അഭി പിന്നെയും പറയുവാണ്, ഇപ്പം എല്ലാവരും ഉറങ്ങി, അതുകൊണ്ട് തന്നെ അവളെ വേണമെങ്കിൽ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും, അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്നുണ്ട് നവ്യ. ഏതായാലും എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് കുറേ നേരോടെ കഴിയുമ്പം അഭി പയ്യെ അനഘയുടെ റൂമിലോട്ട് ചെല്ലുവാണ്. റൂമിൽ കയറി ലൈറ്റ് ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്കും ദേ അവിടെ കിടക്കുന്നു നയന. ഇതിനു മുമ്പ് നവ്യയോട് ചോദിച്ചായിരുന്നു കേട്ടോ അഭി, അവളുടെ വാതിലിന് കുറ്റിയിട്ടിട്ടുണ്ടോ, അകത്തുനിന്ന് പൂട്ടിയിട്ടുണ്ടോ എന്നൊക്കെ. അന്നേരം നവ്യ പറയും, ഇല്ലെന്നേ, അവൾക്ക് വയ്യാത്തതായതുകൊണ്ട് വാതിലിന് കുറ്റിയിടണ്ട എന്ന് നയന പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, അതുകൊണ്ട് നീ വേണേൽ പൊയ്ക്കോ, പോയി നോക്കിക്കോ എന്ന് നവ്യയെ സപ്പോർട്ട് ചെയ്തായിരുന്നു. എന്നിട്ട് നയനെ വിളിച്ച് പറഞ്ഞു കാണും, അതുകൊണ്ടായിരിക്കും നയന ആ റൂമിൽ വന്നത്. എന്തായാലും ലൈറ്റ് ഇട്ടിട്ട് നയന ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന്. അന്നേരം ഒന്നുമില്ല, എനിക്ക് അനക്കയും കുഞ്ഞിനെയും ഒന്ന് കാണണമെന്ന് തോന്നി, നവ്യ ഉണർന്നിരിക്കുമ്പോൾ അത് പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് വന്നത് എന്ന് പറയും. അന്നേരം നയന, അതിനൊന്നുമല്ല നീ വന്നത്, നീ നിൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നത്, അനക്കയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നത്, അതെനിക്ക് നന്നായിട്ട് അറിയാടാ, അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ കൂട്ടുകിടന്നത് എന്ന് പറയും. അന്നേരം അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അവൻ കുറേ ഉരുണ്ട് കളിക്കുന്നുണ്ട്. എന്നിട്ട് പിള്ളേരുടെ പേരിൽ സത്യം ചെയ്യുമ്പം നയന പറയുന്നുണ്ട്, നീ പിള്ളേരെ പിടിച്ച് സത്യം ചെയ്യുമൊന്നും വേണ്ട, അവർക്ക് ആപത്തുണ്ടാക്കണ്ട, നീ ആരാന്നും എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഇവിടെ കിടന്ന് കൂടുതൽ നീ കറങ്ങണ്ട, പോകാൻ നോക്കുക എന്ന് പറയും. ആകെ വിഷമിച്ച് അവൻ ആ റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവേ. പോയി കഴിയുമ്പം നയന അനക്കയോട് പറയുന്നുണ്ട്, കണ്ടോ അവൻ കറക്റ്റ് സമയത്ത് കയറി വന്നത്, അവന് ഇപ്പോഴും അറിയത്തില്ല ഈ വീട്ടിൽ ഏറ്റവും വൈരാഗ്യമുള്ള ആളാണ്, അവൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് അവൻ്റെ കൂടെ കഴിയുന്നത് എന്ന്, അതുകൊണ്ടാണ് നമുക്കിതൊക്കെ അറിയാൻ പറ്റിയത് എന്ന് നയന പറയുന്നുണ്ട്. ഏതായാലും അഭി ആകെ വിഷമിച്ച് തിരിച്ച് ചെല്ലുന്നു. ചെന്ന് കഴിയുമ്പം നവ്യ ചോദിക്കും, എന്താടാ എന്തെങ്കിലും സംഭവിച്ചോ, നിൻ്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നല്ലോ എന്ന് പറയുമ്പോൾ, ഒന്നും സംഭവിച്ചിട്ടില്ല, ആ റൂമിൽ നിൻ്റെ അനീതി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാം പാളിപ്പോയി, നമ്മൾ കുറച്ചുകൂടെ ആലോചിച്ച് വേണമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, കാരണം അനഘയ്ക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ അവളെ നോക്കാൻ ആരെങ്കിലും ആ റൂമിൽ കാണും എന്ന് നമ്മൾ ചിന്തിച്ചില്ല, അവിടെയാണ് നമുക്ക് പാളിപ്പോയത്, സാരമില്ല, എൻ്റെ അച്ഛൻ പുറത്തുണ്ടല്ലോ, അച്ഛനോട് പറഞ്ഞ ഇഷ്ടം പോലെ ഐഡിയാസ് കിട്ടും, അവളെ ഇല്ലാതാക്കാൻ എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പം നവ്യ പിന്നെയും പറയുന്നുണ്ട്, എടാ നീ എന്നെ വേണേലും ചെയ്തു, ഒരു കുഴപ്പമില്ല, പക്ഷേ എന്നെ കൂടി അറിയിക്കണേ, ഞാൻ നിൻ്റെ ഒപ്പം തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കുവാണെങ്കിൽ നവ്യയും കൂടി അറിയണമല്ലോ, അതിനുവേണ്ടി. പിന്നെ കാണിക്കുന്നത് കനകയാണ്. കനകയോട് മുത്തശ്ശൻ വിളിച്ച്, അനന്തപുരിയിൽ നിന്ന് മുത്തശ്ശൻ വിളിച്ച് പറഞ്ഞു, ഓണത്തിന് അങ്ങോട്ട് ചെല്ലണം, നന്ദുവിനെയും കൂട്ടി ചെല്ലണം എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുവാണ് ഗോവിന്ദനും കനകയും കൂടെ. അന്നേരം കനക പറയുന്നുണ്ട് ഗോവിന്ദനോട്, നമുക്ക് വിവാഹത്തിന് മുമ്പ് നന്ദുവിനെയും കൂട്ടി അനന്തപുരിയിലേക്ക് പോകണ്ട, അത് ശരിയാകില്ല, എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കണമെന്ന്. അന്നേരം ഗോവിന്ദൻ ചോദിക്കും, അതെങ്ങനെയാണ് ഒഴിവാക്കുന്നത്, അവിടുന്ന് മൂർത്തി സാറ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല എന്നെങ്ങനെയാണ് നമ്മൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പം കനക പറയുവാണ്, ഞാൻ വസുന്ധരാമയെ വിളിക്കാം, എന്നിട്ട് എന്തെങ്കിലും ഒരു ഒഴിവ് പറഞ്ഞ് നമുക്ക് പോകാതിരിക്കാൻ നോക്കാം, അല്ലെങ്കിൽ നന്ദുവിനെ എങ്കിലും നമുക്ക് ഒഴിവാക്കാം എന്ന് പറയുവാണ്. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, ഞാൻ അവളുടെ ജോലിക്കാരിയൊക്കെ പറഞ്ഞതാണ്, അന്നേരം പറയുക ആ ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്താണ് നഷ്ടം ഉണ്ടാകുന്നത്, അത് അദ്ദേഹം നികത്തിക്കോളാമെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് ഗോവിന്ദൻ ചോദിക്കുന്നു. അപ്പോഴത്തേക്കും കനകയുടെ ഫോണിലേക്ക് നവീൻ വിളിക്കുവാണേ. അധികം അയ്യോ നവീൻ മോൻ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കും. ഫോൺ എടുത്ത് കഴിയുമ്പോൾ നവീൻ അങ്ങോട്ട് ചോദിക്കുവാണ്, ഉത്രാട് ദിവസം അനന്തപുരിയിലേക്ക് ചെല്ലാൻ അവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് മോനെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവീൻ പറയും, എന്നെയും വിളിച്ചിട്ടുണ്ട്, ഞാൻ വരുന്നുണ്ട്, അതുകൊണ്ട് നന്ദുവിനെയും കൂട്ടി നിങ്ങളും അങ്ങോട്ട് വന്നേക്കണം കേട്ടോ എന്ന്. അപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി കനകയ്ക്ക്, ഉറപ്പായിട്ടും ഞങ്ങൾ വന്നേക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കും. എന്നിട്ട് ഇത് നന്ദുവിനോട് പറയുക. അപ്പം നന്ദു പറയുന്നുണ്ട്, എനിക്ക് താല്പര്യമില്ല, ഞാൻ വരുന്നില്ല എന്ന്. അന്നേരം മര്യാദയ്ക്ക് വന്നോണം, നവീൻ മോൻ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലാൻ, അതുകൊണ്ട് നീ വരും, ആരൊക്കെ വരില്ല എന്ന് പറഞ്ഞാലും നിന്നെയും കൊണ്ട് ഞാൻ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. എന്നിട്ട് ഇത് എന്തൊരു കഷ്ടമാണ്, എനിക്കിഷ്ടമല്ല ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് നന്ദു അകത്തേക്ക് പോകും. അന്നേരം ഗോവിന്ദൻ, അവൾക്ക് ഈ വിവാഹത്തിന് ഇപ്പോഴും വലിയ താല്പര്യമില്ലല്ലോ കനക, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം കനക പറയുവാണ്, നമുക്ക് അനന്തപുരിയിലേക്ക് പോകണമല്ലോ, ഇവളെയും കൂട്ടി തന്നെ നമ്മൾ പോകും, അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള എല്ലാവരും ഇവളെ ഉപദേശിക്കും, അന്നേരം ശരിയായിക്കോളും എന്ന് പറയുവാണ്. ഉപദേശം
ദേഷ്യമാണ് മെയിൻ. ഏതായാലും ഇതിനിടയ്ക്ക് മുത്തശ്ശനെയും കാണിക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ ഗോവിന്ദന് എന്തോ ഒരു മടിയുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നവീനോട് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ അവരിങ്ങോട്ട് വന്നോളും എന്ന് പറയും. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് നവീൻ്റെ സ്വഭാവമൊക്കെ കാണുമ്പോൾ അവനെ വിട്ടുകളയാൻ എനിക്ക് ആകെ മടിയാണ്, അവന്തികയുമായിട്ടുള്ള വിവാഹം നടത്താൻ സാധിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് മുത്തശ്ശൻ പറയുമ്പം നയന പറയുന്നുണ്ട് ഇനി നവീന് അവന്തിക ഇഷ്ടമാണ് എന്ന് പറയാതെ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന്. അന്നേരം മുത്തശ്ശൻ പറയും അതെനിക്കറിയാം, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ, പിന്നെ ഇതുപോലുള്ള കുട്ടികളികൾക്കൊന്നും ഞാൻ നേരത്തെ നിന്ന് കൊടുക്കാറില്ലായിരുന്നു, അസുഖം വന്നതിന് ശേഷമാണ് എൻ്റെ ഈ സ്വഭാവമൊക്കെ ഒന്ന് ഞാൻ മാറ്റിയെടുത്തത്, മോൾക്കറിയാലോ മോൾ വരുമ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഈ പ്രായത്തിൽ എന്നാ വാശി വെച്ചുകൊണ്ടിരിക്കാനാ, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു സമാധാനമില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ നയനയും നവ്യയും കാണിക്കുവാണ് ഈ വിവരം, അച്ഛനും അമ്മയും നന്ദുവും കൂടെ ഓണത്തിന് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ള വിവരം നയന നവ്യയോട് പറയുമ്പോൾ നവ്യയ്ക്ക് ഭയങ്കര സന്തോഷം. അതേതായാലും നന്നായി, ഓണം എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് ആഘോഷിക്കാമല്ലോ, പിന്നെ എല്ലാത്തിൻ്റെയും മുന്നിൽ തന്നെ അനഘേനെയും കുഞ്ഞിനെയും നമുക്ക് നിർത്തണം, അവന് മനസ്സമാധാനം കൊടുക്കരുത്, നമ്മളന്ന് അവന് ശരിക്കും ശ്വാസം മുട്ടണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് നയന പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെങ്കിൽ അങ്ങോട്ടേക്ക് ജലജ വരും. അപ്പോഴത്തേക്കും പെട്ടെന്ന് സ്വഭാവം മാറും നവ്യയുടെ. നീ നിൻ്റെ കാര്യം നോക്കുക, ഓണത്തിന് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ പെരുമാറും എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്കും ജലജ എന്നെ മോളെ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇവളെന്നെ ഉപദേശിക്കാൻ വന്നേക്കുന്നു, ഓണം ആയതുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറണമെന്ന്, ആ അനഘയോട് പോലും ഞാൻ അങ്ങനെ പെരുമാറണം എന്ന് ഇവള് പറയുന്നത്, ഇവള് പറയുന്നതനുസരിച്ചാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോട് പറയുമ്പോൾ ജലജ നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, നീ എന്തിനാ അവളോട് അങ്ങനെയൊക്കെ പറയാൻ പോകുന്നത്, ഇനി ആ കൊണ്ടിട്ടേക്കുന്നവളോടുകൂടെ ഞങ്ങൾ നല്ല രീതിയിൽ പെരുമാറണം അല്ലേ എന്നൊക്കെ പറഞ്ഞ് വലിയ ആൾ കളിക്കുമ്പം നയന പറയുന്നുണ്ട് അതെ അപ്പച്ചി ഒരുപാട് നെഗളിക്കണ്ട, അപ്പച്ചിയുടെ സ്വഭാവം എന്താണ് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനും ആദർശേട്ടനും ഇവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് സംസാരിക്കാൻ വരാതിരിക്കുന്നതാണ് നല്ലത്, ഞങ്ങൾക്കും ചിലതറിയാം, ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറയുമ്പം ഇത്തിരി ടെൻഷനോടെ നിൽക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.